നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എനിക്കറിയാം എല്ലാവരും വെക്കേഷനായിട്ടൊക്കെ വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പം ജസ്റ്റ് നമുക്ക് പയ്യെ ചാപ്റ്റർ വൈസ് ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എക്സാമൊക്കെ ക്രാക്ക് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പാർട്ട് വൈസ് ആയിരിക്കും വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷനാണ്, ബേസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഫോർ നമ്മളൊരു ബേസ് ക്ലാസ്സാണ് തരാനായിട്ട് പോകുന്നത്. ഈ ചെറിയ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിപ്പിച്ചുള്ള ഈ ചെറിയ ഷോർട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വലിയ വീഡിയോസ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞുതരാം. ഫസ്റ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ എനിക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ചാനൽ ഫോളോ ചെയ്ത് വെച്ചിരുന്ന ക്ലാസ്സസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്നാണ് സംഭവം. സോ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ 4 ടൈപ്പ് യൂണിറ്റ്സിലാണ് അതായത് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഈ 4 യൂണിറ്റ്സിലാണ് നമ്മൾ നമ്മുടെ മീറ്റേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്തിനെ മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഈ 4 യൂണിറ്റിലാണ് ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ഈ 4 വേർഡ്സാണ് നമ്മൾ ഇതിൽ കൂടെ യൂസ് ചെയ്യാൻ. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ വീഡിയോ ഒട്ടിച്ച് വിടുന്നത്. സോ അടുത്ത ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. സോ അടുത്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്വാണ്ടിറ്റി, നമ്മൾ ഡെയിലി റെപ്രസെൻ്റ് ക്വാണ്ടിറ്റി വെച്ചാൽ മാസില്ലേ. അപ്പം മാസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ കിലോഗ്രാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കിലോഗ്രാമിൻ്റെ ആ ഒരു ബേസിലാണ് നമ്മുടെ മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തതുള്ളതാണ് ലെങ്ത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മീറ്ററായിട്ടാണ്. മീറ്ററിൻ്റെ ഒരു ഇതിനകത്താണ് ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു അടുത്തൊരു ടേബിളുണ്ട്, ആ ടേബിളോട് കാണാൻ നമുക്ക് മനസ്സിലാവും. ലെങ്ത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മീറ്ററായിട്ടാണ്, മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോഗ്രാമുമായിട്ടാണ്. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു യൂണിറ്റ്സ് ഓഫ് ടൈം ടേബിളാണ്, യൂണിറ്റ്സിൻ്റെ ടൈം ടേബിളാണ്. സോ ഇത് ജസ്റ്റ് നോക്കിയാൽ നമ്മുടെ യൂണിറ്റ്സ്, അതായത് ടൈമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത്രയും ക്വാണ്ടിറ്റി വൈസ്, യൂണിറ്റ്സ് ക്വാണ്ടിറ്റി വൈസ് വെച്ചാണ്. ഫസ്റ്റത്തെ സെക്കൻഡാണ്. സെക്കൻഡ് ഒരു ടൈമിൻ്റെ ഭാഗമാണ്. മിനിറ്റ്, ഹവർ, ഡേ, വീക്ക്, മന്ത്, ഇയർ, പിന്നെ സെഞ്ച്വറി, അങ്ങനെ പല ക്വാണ്ടിറ്റീസ്, അങ്ങനെയുള്ള എക്സെട്ര പല ക്വാണ്ടിറ്റീസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ടൈമിൻ്റെ ഒരു യൂണിറ്റ്സ് വെച്ചിട്ടാണ്. സോ ഇതെല്ലാം ടൈമിൻ്റെ ഒരു ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ഈ കാണുന്ന ഇത്രയും ക്വാണ്ടിറ്റി കൂടാതെ ഇതിലും അധികമുള്ള ക്വാണ്ടിറ്റി അത് ടൈമിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ്. ഇത് നമുക്ക് ടൈമിൻ്റെ സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു പോർഷൻ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വലുതായിട്ട് വേണ്ട ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എക്സാം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അടുത്ത യൂണിറ്റ്സ് ഓഫ് മാസ് ആണ്. ഇതിന് നമുക്ക് ഒട്ടും ആവശ്യമില്ല നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ. ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ, അല്ലെങ്കിൽ +1 ഫിസിക്സിലോട്ട് കടക്കുമ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിത് വായിച്ചു നോക്കിയാൽ കിലോഗ്രാമിൻ്റെ KG, ഗ്രാം, പിന്നെ അങ്ങനെ പല സംഭവങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി ഞാൻ കാണിച്ചേക്കുന്ന ഈ ഒരു സംഭവം മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ജസ്റ്റ് കിലോഗ്രാം KG അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് നോക്കാം. അടുത്തതാണ് SI യൂണിറ്റ്. SI യൂണിറ്റാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ തുടക്കം SI യൂണിറ്റ് വെച്ചിട്ടാണ്. സോ SI യൂണിറ്റ് എന്താണ് ജസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ SI യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ക്വാണ്ടിറ്റി, ഓരോ യൂണിറ്റ്സിനെയും ആയിട്ടുള്ള ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇതിനെ അപേക്ഷിച്ചൊരു ടേബിൾ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടേബിളിൽ എല്ലാ ക്വാണ്ടിറ്റിയുടെയും മാസിലെ ബേസ് ക്വാണ്ടിറ്റിയുടെ നെയിമും സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയെ ചോദിക്കും. സോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ എന്തെങ്കിലുമായിട്ട് പരീക്ഷ ചോദിക്കും. കുറേ നാളെ ചോദിച്ചിട്ട്, ബട്ട് ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് ചോദിക്കാൻ ചാൻസ് അല്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ നോക്കി വെച്ചേക്കുക. നെയിം ലെങ്ത്തിൻ്റെന്ന് വെച്ചാൽ മീറ്ററാണ്, അതിൻ്റെ സിമ്പിൾ സ്മാൾ എം ആണ്. മാസിൻ്റെത് കിലോഗ്രാമാണ്, അതിൻ്റെ സിമ്പിൾ KG ആണ്. ടൈമിൻ്റെത് സെക്കൻഡാണ്, അതിൻ്റെ സിമ്പിൾ സ്മാർട്ട് ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെത് ആംപിയർ ആണ്, അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ A ആണ്. ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ, അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ K ആണ്.
എമൗണ്ട് ഓഫ് ഓപ്ഷൻസ് നമ്മുടെ കെമിസ്ട്രിയിലേക്ക് പഠിക്കും. അതിൻ്റെ മോളാണ്. മോളിൻ്റെ MOL ഈ അടുത്ത് കളഞ്ഞാൽ നമ്മുടെ സിമ്പിളായി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ക്യാൻഡിലാണ്. അതിൻ്റെ സിമ്പിൾ CD എന്നാണ്. സോ ഇതൊക്കെ നമ്മൾ വരുന്നതോടെ നമ്മുടെ +1 +2 ജീവിതത്തിൽ ആവശ്യമുള്ള കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെർച്ച് ചെയ്യാം. സോ ഇവിടെ വരെ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം ഇതാണ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ബേസിക് എന്ന് വെച്ചാൽ ചാപ്റ്ററോട് കടന്നിട്ടില്ല. ചാപ്റ്ററോട് കടക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കാര്യം പഠിക്കാനുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, റൗണ്ട് ഓഫ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനി, അങ്ങനെ കുറേ കാര്യം ചാപ്റ്റർ പഠിക്കാനുണ്ട്. സോ 10 കഴിയുമ്പം നിങ്ങൾക്ക് ഇച്ചിരി ടഫായിരിക്കും, പക്ഷേ പയ്യെ നമുക്ക് ട്രാക്ക് വരണാൽ മതി. സോ നെക്സ്റ്റ് ചാപ്റ്ററിൽ പാർട്ടിട്ട് കാണാം. അതായിരിക്കും. ബൈ.